വെൽക്കം ബാക്ക് ആൻഡ് ദിസ് ഈസ് ഇന്നത്തെ വീഡിയോ ഷാർപ്പ് അക്വസ് R9 ഈ ഒരു ഫോണിന്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. ഞങ്ങൾ തുടങ്ങാം. ഡിസ്പ്ലേ സൈസ് നോക്കി കഴിഞ്ഞാൽ 6.5 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LTPS സപ്പോർട്ടാണ് എന്ന് വെച്ചാൽ 1 ഹെഡ്സ് തൊട്ട് നമുക്ക് 120 ഹെച്ചിന്റെ ഇടയിൽ വരെ നമുക്ക് റിഫ്രഷ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. 40 ഹെച്ചിന്റെ ഒരു റിഫ്രഷ് റേറ്റും കൂടി വരുന്നുണ്ട്. പിന്നെ പഞ്ച് ഹോൾ ഡിസൈൻ വരുന്നുണ്ട്, അത് ടോപ്പ് സെന്ററിലായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ പിന്നെ ഡോൾബി വിഷൻ സപ്പോർട്ടാണ്. 1500 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് കൂടി ഇത് കിട്ടുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. IP6 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഫോൺ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. നമുക്ക് ആ നെക്സ്റ്റ് പ്രൊസസ്സർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രൊസസ്സർ നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പ്രൊസസ്സറൊക്കെ തന്നെയാണ്, പക്ഷേ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു പ്രൊസസ്സർ അല്ല എന്ന് കൂടി ഓർക്കുക. പിന്നെ 5G സപ്പോർട്ടാണ്. പിന്നെ സ്റ്റീറിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടാണ്. Android 40 ബേസ് ചെയ്താണ് ഈ ഫോൺ വരുന്നത്. പിന്നെ LPDDR5Xന്റെ റാമും കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ് ക്യാമറ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പ്രൈമറി ലെൻസ് നോക്കുമ്പോൾ 50.3 മെഗാ പിക്സലിന്റെ ഒരു 1.9 അപ്പാച്ചറിൽ വരുന്ന ഒരു പ്രൈമറി ലെൻസ് ആണ് വരുന്നത്. OS സപ്പോർട്ടാണ്. സെക്കൻഡ് ലെൻസ് നോക്കുമ്പോൾ 13 മെഗാ പിക്സലിന്റെ ഒരു ഓട്ടോ ഫോക്കസോട് കൂടിയുള്ള ഒരു ലെൻസാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഫോൺ ക്യാമറ നോക്കുമ്പോൾ 50.3 മെഗാ പിക്സലിന്റെ ഒരു 2.2 അപ്പാച്ചിൽ വരുന്ന ഒരു ലെൻസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ക്യാമറയുടെ വീഡിയോ റെക്കോർഡിംഗ് 4K സപ്പോർട്ട് അല്ല, അത് നിങ്ങൾ ഓർക്കുക. ഫൈനലി ബാറ്ററി സെല്ലിലേക്ക് ഇറക്കുമ്പോൾ ഒരു 5000 mAh ബാറ്ററിയാണ് അവിടെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആണെന്ന് കമ്പനി പറയുന്നുണ്ട്, ബട്ട് എത്ര വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് എന്ന് മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ ഒരു Type-C ചാർജിങ് പോർട്ടും കൂടി വരുന്നുണ്ട്. പിന്നെ ഈ ഫോൺ ഇറങ്ങുമ്പോൾ ഒരു വേരിയന്റ് മാത്രമേ മാർക്കറ്റിൽ അവൈലബിൾ ആവത്തുള്ളൂ. 12GB RAM 256GB ഇന്റർണലോട് കൂടിയുള്ള ഒരു വേരിയന്റ് മാത്രമേ അവൈലബിൾ ആവത്തുള്ളൂ. ആൻഡ് 3 കളർ വേരിയന്റ് ഈ ഫോൺ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇറങ്ങുമ്പോൾ. ഏതൊക്കെയാണ് നോക്കാം. ഗ്രീൻ, വൈറ്റ് ആൻഡ് ബ്ലൂ, ഈ 3 കളർ വേരിയന്റിലായിരിക്കും ഈ ഫോൺ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അവൈലബിൾ ആവുന്നത്. ഈ ഫോൺ ഇപ്പോൾ ജപ്പാൻ മാർക്കറ്റിലേക്കാണ് അവൈലബിൾ ആവുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുവാണെങ്കിൽ ഒരു 30,000 ആ ഒരു റേഞ്ചിലായിരിക്കും ഈ ഫോണിന്റെ പ്രൈസ് വരുന്നത്. എങ്കിലും ആ പ്രൈസിൽ ഒരു വീഡിയോ റെക്കോർഡിംഗ് 4K ഒരു ഇല്ലെന്ന് പറയുന്നത് വളരെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും വരുമെന്നാണ് പറയുന്നത്, അറിയത്തില്ല. അപ്പോൾ വരികയാണെങ്കിൽ 30,000 ആ റേഞ്ചിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല ലേറ്റസ്റ്റ് ടെക് അപ്ഡേറ്റിനായിട്ടും അതേപോലെ തന്നെ മൂവി റിവ്യൂസിന് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നല്ല കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ലാസ്റ്റ് എൻ്റെ സ്ക്രീനിലായിട്ട് ഞാൻ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്ക് അതൊക്കെ കണ്ടിട്ട് പോവുക. വേറൊന്നും പറയില്ല. I felt is paid for, all is said and done.